ഹായ്, 4ാം ക്ലാസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. 4 അക്ക സംഖ്യകൾക്കൊപ്പം ഇന്ന് നമ്മൾ ഗണിതത്തിലെ ആദ്യ യൂണിറ്റായ 4 അക്ക സംഖ്യകൾക്കൊപ്പം എന്ന പാഠമാണ് കാണാൻ പോകുന്നത്. ഇതിൽ നമുക്കൊരു കളിയുണ്ട്, കാർഡ് കൊണ്ടൊരു കളി. കാർഡ് കൊണ്ടൊരു കളി എന്നത് നമ്മുടെ പാഠഭാഗത്തിൽ എവിടെയാണെന്നറിയണ്ടേ? പോയി നോക്കാം. ഇതാണ് കാർഡ് കൊണ്ടൊരു കളി എന്ന പാഠഭാഗം. ഇവിടെ ഒരു ചോദ്യം കാണാം, ഒരു പട്ടിക കാണാം. നമുക്ക് ആ ചോദ്യം ഒന്ന് വായിച്ചു നോക്കിയാലോ? വരൂ. കാർഡ് കൊണ്ടൊരു കളി. കുട്ടികൾ കാർഡുകൾ ഉപയോഗിച്ച് കളിക്കുകയാണ്. ഒരു പെട്ടിയിൽ ചുവപ്പ്, പച്ച, നീല, മഞ്ഞ എന്നീ നിറങ്ങളിലുള്ള കുറേ കാർഡുകളുണ്ട്. പെട്ടിയുടെ ഉള്ളിൽ നോക്കാതെ ഒരാൾക്ക് 8 കാർഡ് എടുക്കാം. ഓരോ കാർഡിനും വ്യത്യസ്ത പോയിന്റുകളാണ് നൽകിയിട്ടുള്ളത്. ചുവപ്പിന് 1000, പച്ചയ്ക്ക് 100, നീലയ്ക്ക് 10, മഞ്ഞയ്ക്ക് 1. പോയിന്റുകൾ എത്രയാണെന്ന് മനസ്സിലായോ? നമുക്കൊന്നുകൂടി നോക്കാം. ചുവപ്പിന് 1000 പോയിന്റ് കിട്ടും. പച്ചയ്ക്കോ 100 പോയിന്റ്. നീലയാണെങ്കിൽ 10 പോയിന്റാണ് കിട്ടുന്നത്. ഇനി മഞ്ഞയാണെങ്കിലോ 1 പോയിന്റ്. മനസ്സിലായല്ലോ? ഇങ്ങനെയുള്ള 8 കാർഡുകൾ ഓരോരുത്തർക്കും എടുക്കാം. നമുക്ക് ചില കുട്ടികൾ ഈ കളി കളിച്ചതെന്ന് നോക്കാം. ഒരു തവണ കളി കഴിഞ്ഞപ്പോൾ ക്ലാസ്സിലെ 6 കുട്ടികൾക്ക് കിട്ടിയ കാർഡുകളുടെ എണ്ണം നോക്കൂ. അരുൺ, മേരി, ഫാത്തിമ, ജാഫർ, ഉഷ, ജോയി ഇവരാണ് കളിച്ചത്. നമുക്ക് അരുണിന് എത്ര കിട്ടിയെന്ന് നോക്കാം. 1 ചുവപ്പ്, 3 പച്ച, 2 നീല, 2 മഞ്ഞ. ആകെ കിട്ടിയ പോയിന്റ് എത്രയാണെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതാണ് നമ്മൾ കിട്ടിയ പോയിന്റ് എന്ന സ്ഥലത്ത് എഴുതുക. അരുണിന് എത്ര ചുവപ്പ് കിട്ടി? 1 ചുവപ്പ്. അപ്പോൾ അരുണിന് എത്ര പോയിന്റായി പറയാമോ? 1 ചുവപ്പ് എന്ന് പറഞ്ഞാൽ 1000 പോയിന്റ്. ശരി, 3 പച്ച കിട്ടി. അപ്പോൾ 3 100. 3 100 എന്ന് പറഞ്ഞാൽ 300 പോയിന്റ്. ശരി, 2 നീല എന്ന് പറഞ്ഞാൽ 2 10 എത്രയാ? 2 10 20 പോയിന്റ്. ശരി, ഇനി അരുണിന് 2 മഞ്ഞ കിട്ടിയല്ലോ. 2 മഞ്ഞ 2 പോയിന്റ്. 1000, 300, 20, 2. ഇതെല്ലാം കൂട്ടിയാൽ ആകെ എത്ര പോയിന്റ് ആവും? 1000, 300, 20, 2 കൂട്ടി നോക്കൂ. 1322 പോയിന്റ്. അരുണിന് 1322 പോയിന്റ് കിട്ടി. ഇനി നമുക്ക് മേരിയുടെ കാര്യം നോക്കാം. മേരിക്കും കിട്ടിയിട്ടുണ്ട് 1 ചുവപ്പ്. 1 ചുവപ്പ് എന്ന് പറഞ്ഞാൽ എത്ര പോയിന്റാണ്? 1 ചുവപ്പ് എന്ന് പറഞ്ഞാൽ 1000 പോയിന്റ്. ശരി, മേരിക്ക് 7 പച്ച കിട്ടിയിട്ടുണ്ട്. 7 നൂറുകൾ കിട്ടിയെന്നർത്ഥം. അപ്പോൾ 700, 700. നീല കിട്ടിയോ? നീല ഒന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ 0 പോയിന്റ്. മഞ്ഞ 0 പോയിന്റ് തന്നെയാണ്. 1000, 700, 0, 0. ഇവയെല്ലാം കൂടി കൂട്ടിയാൽ മേരിക്ക് എത്ര പോയിന്റ് കിട്ടി പറയാമോ? 1000, 700, 1700 പോയിന്റ്. ഇനി നമുക്ക് ഫാത്തിമയുടെ നോക്കാം. ഒരുമിച്ച് പറയാമോ? ചുവപ്പ്, പച്ച, നീല, മഞ്ഞ നോക്കൂ. 1000, 0, 0, 7. നമുക്ക് ഒന്നിച്ച് എഴുതി നോക്കിയാലോ? 1000, 0, 0, 7. 1000, 0, 0, 7. ഇതെല്ലാം കൂടി കൂട്ടിയാൽ എത്ര കിട്ടും? 1007 പോയിന്റ്.
ശരി, ജാഫറിൻ്റേത് ഇതുപോലെ പറയാമോ? 1000, 0, 20, 5. ഒരുമിച്ച് എഴുതാം. 1000, 0, 20, 5. ഇവയെല്ലാം കൂടി കൂട്ടുമ്പോൾ എത്ര കിട്ടും? 1000, 0, 20, 5, 1025. ശരി, ഉഷയുടേതോ? 2 ചുവപ്പാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ 2000 വേണം. 2000, 0, 60, 0. 2000, 0, 60, 0. ഇവ കൂട്ടിയാൽ 2060 പോയിൻ്റ്. ശരി, ജോയിക്ക് എത്ര കിട്ടി? 2 ചുവപ്പ്, 2000. പച്ച 0, നീല 0, മഞ്ഞ 6. അപ്പോൾ 2000, 0, 0, 6 എന്നല്ല എഴുതേണ്ടത്. 2000, 0, 0, 6. 2000-ഉം 0-ഉം 0-ഉം 6-ഉം കൂട്ടിയാൽ 2006 പോയിൻ്റ്. ശരിയല്ലേ? ഇപ്പോൾ എല്ലാവരുടെയും പോയിൻ്റ് എഴുതാൻ പഠിച്ചല്ലോ. എല്ലാവരുടെയും പോയിൻ്റ് കിട്ടി. ഇനി നമുക്ക് ഈ പോയിൻ്റുകളെല്ലാം ഉപയോഗിച്ചുള്ള മറ്റ് ചോദ്യങ്ങളിലേക്കാണ് പോകാനുള്ളത്. നമുക്ക് മറ്റ് ചോദ്യങ്ങൾ നോക്കാം. ആർക്കാണ് ഏറ്റവും കൂടുതൽ പോയിൻ്റ് കിട്ടിയത്? നോക്കൂ, ഏറ്റവും കൂടുതൽ പോയിൻ്റ് കിട്ടിയത് ആർക്കാണ്? 2000-ന് മുകളിൽ പോയിൻ്റ് കിട്ടിയ 2 പേർ. അതിൽ തന്നെ ആരാണ് ഏറ്റവും കൂടുതൽ പോയിൻ്റ് കിട്ടിയത്? 2060 പോയിൻ്റുള്ള ആരാണത്? ഉഷ. 2060 പോയിൻ്റോടെ ഉഷയാണ് ഏറ്റവും കൂടുതൽ പോയിൻ്റ് നേടിയത്. ആർക്കാണ് ഏറ്റവും കുറച്ച് പോയിൻ്റ് കിട്ടിയത്? 1007 പോയിൻ്റുള്ള ഒരാളെ കാണുന്നുണ്ടല്ലോ. അതല്ലേ ഏറ്റവും ചെറുത്? ആരാണത്? ഫാത്തിമ. ഫാത്തിമയ്ക്കാണ് ഏറ്റവും കുറച്ച് പോയിൻ്റ് കിട്ടിയത്. ഇനി നമുക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ള മറ്റു ചോദ്യങ്ങളിലേക്ക് പോയി നോക്കാം. ഇതാ നമുക്ക് കിട്ടിയ പോയിൻ്റുകൾ: 1322, 1700, 1007, 1025, 2060, 2006. ചെറുതിൽ നിന്ന് വലുതിലേക്ക് ഈ പോയിൻ്റുകൾ ക്രമത്തിൽ എഴുതാമോ നിങ്ങൾക്ക്? ചെറുതിൽ നിന്ന് വലുതിലേക്ക് എഴുതുമ്പോൾ ഏറ്റവും ചെറുത് ഏതാണ്? ഫാത്തിമയ്ക്ക് കിട്ടിയ 1007. ശരി, 1007 കഴിഞ്ഞാൽ അടുത്ത സംഖ്യ ഏതായിരിക്കും? അതിനേക്കാൾ വലുത് ഏതാണ്? 1025. ശരി, 1025 കഴിഞ്ഞാൽ പിന്നീട് വലുത് ഏതാണെന്ന് പറയൂ? 1322. അടുത്ത വലുത് ഏതാണ്? 1700. ഇനി വലുത് ഏതാണ്? 2006. അടുത്തത് അറിയാമല്ലോ, 2060. നമ്മൾ ചെറുതിൽ നിന്ന് വലുതിലേക്ക് എഴുതി. ഇനി നമുക്ക് മറ്റു ചില ചോദ്യങ്ങൾ കൂടി നോക്കാം. ഇതേപോലെ പോയിൻ്റ് നേടിയ മറ്റു ചില കുട്ടികളെ പരിചയപ്പെടാം. രഹൻ എന്ന് പറയുന്ന കുട്ടിയുടെ കാര്യമാണ്. രഹന് 3000-ഉം 200-ഉം 3 1-ഉം ലഭിച്ചു. ആകെ എത്ര പോയിൻ്റായി? 3000, 200, 10 ഉണ്ടോ? 10 ഇല്ലാത്തത് കൊണ്ട് 0, 10, 3 1. എങ്ങനെ എഴുതും? 3000, 200, 0, 10, 3 1. 3000, 200, 0, 3. ഇതെല്ലാം കൂടി കൂട്ടുമ്പോൾ എത്ര കിട്ടും? 3000, 200, 0, 3. എല്ലാം കൂട്ടിയാൽ പറഞ്ഞോളൂ. 3203 പോയിൻ്റ്. എങ്കിൽ നമുക്ക് അടുത്തൊരു ചോദ്യത്തിലേക്ക് പോവാം. എന്താണ് ചോദ്യം? ദിയയ്ക്ക് ഒരു പച്ച കാർഡും ഒരു ചുവപ്പ് കാർഡും 3 വീതം നീല മഞ്ഞ കാർഡുകളുമാണ് കിട്ടിയത്. എങ്കിൽ ആകെ എത്രയായി? ഒരു പച്ച കാർഡ് 100 പോയിൻ്റ്, ഒരു ചുവപ്പ് കാർഡ് 1000 പോയിൻ്റ്. 3 വീതം നീല മഞ്ഞ എന്ന് പറയുമ്പോൾ 30-ഉം 3-ഉം. 100, 1000,
30 3. ഇങ്ങനെ എഴുതി കൂട്ടുമ്പോൾ ഒരു പ്രയാസമുണ്ടല്ലേ? നമുക്കിതൊന്ന് ക്രമീകരിച്ച് ശരിയായി എഴുതിയാലോ? ഒന്ന് മാറ്റി എഴുതാം. ഇങ്ങനെ എഴുതിയാലോ? 1000 100 30 3. 1000 100 30 3. ഇനി കൂട്ടാമല്ലോ. ഇപ്പോൾ ശരിയായല്ലേ? കൂട്ടി നോക്കൂ. 1000 100 30 3 കൂട്ടിയാൽ 1133 പോയിൻ്റ്. ശരി, ഇതിൻ്റെയും ഉത്തരം കിട്ടി. ഇനി നമുക്ക് അടുത്ത ഒരു ചോദ്യം കൂടി നോക്കാം. ഏതാണ് അടുത്ത ചോദ്യമെന്ന് കാണണ്ടേ? വരൂ. ബന്ധുരയ്ക്ക് 2123 ആണെങ്കിൽ ഏതൊക്കെ കാർഡുകൾ എത്ര എണ്ണം വീതം കിട്ടിയിരിക്കും? എളുപ്പമാണല്ലോ. 2 ചുവപ്പ്, 1 പച്ച, 2 നീല, 3 മഞ്ഞ അല്ലേ? എഴുതൂ. ശരി, നോക്കൂ. 2 ചുവപ്പ്, 1 പച്ച, 2 നീല, 3 മഞ്ഞ. ഇത് തന്നെയല്ലേ നിങ്ങളും എഴുതിയത്? അങ്ങനെ കുറേ ചോദ്യങ്ങൾക്ക് നമ്മൾ ഉത്തരം കണ്ടെത്തി കഴിഞ്ഞു. ഇനി നമുക്ക് ഇതുപോലെയുള്ള മറ്റൊരു പട്ടിക നോക്കാം. ഇവിടെ പോയിൻ്റ് നമുക്ക് ആദ്യമേ തന്നിട്ടുണ്ട്. എത്ര കാർഡുകൾ വീതം കിട്ടി എന്നാണ് നമ്മൾ എഴുതേണ്ടത്. അച്ചു, ജോണി, റാണി, ജയ. അച്ചുവിൻ്റെ പോയിൻ്റ് നോക്കൂ, 3140. അപ്പോൾ 3 ചുവപ്പ്, 1 പച്ച, 4 നീല, മഞ്ഞ 0. അതുപോലെ നമുക്ക് ജോണിയുടേത് എഴുതണം. ജോണിക്ക് 2303. എങ്കിൽ ജോണിക്ക് ഓരോന്നും എത്ര വീതം കിട്ടി കാണും പറയാമോ? 2303 ആയിരിക്കുമ്പോൾ 2 ചുവപ്പ്, 3 പച്ച, 0 നീല, 3 മഞ്ഞ. ശരിയല്ലേ? ഇതുപോലെ നമുക്ക് റാണിയുടേത് കാണണം. റാണിക്ക് 3122 പോയിൻ്റാണ്. അപ്പോൾ റാണിക്ക് എത്ര ചുവപ്പ് കിട്ടി കാണും? 3 ചുവപ്പ്, 1 പച്ച, 2 നീല, 2 മഞ്ഞ. എളുപ്പമാണല്ലേ? ശരി, നമുക്ക് ജയയുടെ കാര്യം നോക്കാം. 2006 പോയിൻ്റ്. 2006 പോയിൻ്റ് ഉണ്ടെങ്കിൽ എത്ര ചുവപ്പായിരിക്കും കിട്ടിയിട്ടുണ്ടാവുക? അതെ, 2 ചുവപ്പല്ലേ? 2 ചുവപ്പ്, 0 പച്ച, 0 നീല, 6 മഞ്ഞ. ഇപ്പോൾ നമ്മളിത് ശരിക്കും പഠിച്ചു അല്ലേ? ശരി, നിങ്ങൾ ഈ വീഡിയോ കണ്ടതിനും ഇതെല്ലാം പഠിച്ചതിനും നിങ്ങൾക്ക് ഒരുപാട് നന്ദി. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. നിങ്ങൾ 4ാം ക്ലാസ് യൂട്യൂബ് ചാനൽ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാരുമായും സുഹൃത്തുക്കളുമായും അധ്യാപകരുമായും ഷെയർ ചെയ്യുക. ഇനി നിങ്ങൾ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളാണെങ്കിൽ ഉടനെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. വളരെ നന്ദി.